നമസ്കാരം. അജ്മലിന്റെ ദ ബോർഡർ ഓഫ് എ മൈൻഡ്.com എന്ന വെബ്സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ കമന്ററി സീരീസിലെ പുതിയൊരു ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു അതിരുകളില്ലാത്ത ജിജ്ഞാസയും അത്ഭുതവും ഒക്കെ കണ്ടെത്താനും ഒരുപക്ഷെ ആഘോഷിക്കാനുമുള്ള ഒരിടമായിട്ടാണ് അജ്മൽ ഈ സൈറ്റിനെ കാണുന്നത്, അല്ലേ? തീർച്ചയായും. ഇത് വർഷങ്ങളായിട്ട് അദ്ദേഹം വ്യക്തിപരമായി വളർത്തിയെടുത്തൊരു പ്ലാറ്റ്ഫോമാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ, ചില പ്രതിഫലനങ്ങൾ എഴുത്തിലൂടെയും കലയിലൂടെയും ഒക്കെ പങ്കുവെക്കാനുള്ള ഒരിടം. അപ്പോ അദ്ദേഹത്തിന്റെ ലോകത്തേക്ക് ഒരു വാതിൽ കൂടിയാണ് ഈ വെബ്സൈറ്റ്. ശരിയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അജ്മലിന്റെ ഒരു പ്രത്യേക ബ്ലോഗ് പോസ്റ്റിലാണ്. റോബോട്ട് ഇൻ ദ ഹരിക്കെയിൻ, അതായത് കൊടുങ്കാറ്റിലെ തോണി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാം, അല്ലേ? അതെ. വായനക്കാർക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ നൽകാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് അജ്മൽ ഇതിൽ പറയുന്നുണ്ട്. ആരും നിരാശയിലേക്ക് വീണു പോകരുത് എന്നൊരാഗ്രഹം. ശരിയാണ്. കാരണം ഈ പോസ്റ്റ് ശരിക്കും സംസാരിക്കുന്നത് ജീവിതത്തിലെ ആ വലിയ പ്രതിസന്ധികളെക്കുറിച്ചാണ്. നമ്മൾ ചിലപ്പോ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട ചെറിയ തോണി പോലെയാവും. എങ്ങോട്ട് പോകണം എന്നറിയില്ല. ചുറ്റും നോക്കുമ്പോൾ ആകെ തിരമാലകൾ, ഒരു തരം നിസ്സഹായത, ആ ഒരു ഒറ്റപ്പെടലും ഭയവും. അതെ, ആ ഒരവസ്ഥ. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് പ്രതീക്ഷ കൈവിടരുത് എന്നതാണ് അജ്മലിന്റെ പ്രധാന സന്ദേശം. തോറ്റു പിന്മാറരുത് എന്ന്. അതെ. പ്രതീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു മനോഹരമായ ഉപമ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സ്റ്റബേൺ ലൈറ്റ് ഹൗസ്, അതായത് സ്ഥിരോത്സാഹിയായ ഒരു വിളക്കുമാടം. അത് കൊള്ളാം. സ്റ്റബേൺ, ആ വാക്ക് തന്നെ ശ്രദ്ധേയമാണ്. അതെ, കാരണം കൊടുങ്കാറ്റ് എത്ര വലുതാണെങ്കിലും ആ ഇരുട്ടിൽ എവിടെയോ ഒരു വെളിച്ചമുണ്ട്, അകലെ ഒരു കരയുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണത്. അത് ശരിയാണ്. വിളക്കുമാടം കൊടുങ്കാറ്റിനെ മാറ്റുന്നില്ല, ഇല്ല. പക്ഷേ അതവിടെയുണ്ട്. അതിന്റെ വെളിച്ചം ഒരുപക്ഷെ മങ്ങുന്നുണ്ടാവാം, എന്നാലും അതവിടെ ഉണ്ട് എന്നുള്ള അറിവ് തന്നെ ഒരാശ്വാസമാണ്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ അവസ്ഥ ഇതെപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല എന്നൊരു സൂചന. അതെ, അതാണ് പ്രതീക്ഷ നൽകുന്ന ആ ഒരു ശക്തി. അതുപോലെ ഈ കൊടുങ്കാറ്റിൽ ദിശയറിയാതെ നമ്മൾ ഉഴലുമ്പോൾ വിശ്വാസത്തിന്റെ പങ്കിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അതെങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? അതായത്, കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല എന്ന് തോന്നുമ്പോൾ പോലും ഒരു പക്ഷേ നമ്മളെ നയിക്കാൻ, താങ്ങാൻ ഒരു ശക്തിയുണ്ട് എന്നുള്ളൊരു ഉറച്ച ബോധ്യം. അജ്മൽ അതിനെ ഒരു ബലമുള്ള കരമായിട്ടാണ് കാണുന്നത്. തോണിയുടെ ചുക്കാൻ പിടിക്കുന്നൊരു കരം, കാര്യങ്ങളൊന്നും വ്യക്തമല്ലാത്തപ്പോഴും നമ്മെ നയിക്കുന്ന ഒന്ന്. അദ്ദേഹം സൂചിപ്പിക്കുന്ന ആ ദൈവികമായ കാര്യങ്ങളിലുള്ള ആശ്രയം ഒരുപക്ഷെ ഇത് ആവാം, അല്ലേ? നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്ത, എന്നാൽ നമ്മെ താങ്ങി നിർത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒന്ന്. അതെ, അങ്ങനെ ഒരു തലത്തിലുള്ള വിശ്വാസം. അപ്പോ അജ്മലിന്റെ ഒരു പ്രായോഗിക ഉപദേശം എന്താണെന്ന് വെച്ചാൽ, ആ പ്രതീക്ഷയുടെ ചെറിയ വെളിച്ചമുണ്ടല്ലോ, അതിൽ മുറുകെ പിടിക്കുക. പിന്നെ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. കാരണം കൊടുങ്കാറ്റുകൾ എപ്പോഴും ഉണ്ടാവില്ല. ശരിയാണ്, അവ ശാന്തമാകും, സൂര്യൻ വീണ്ടും വരും. അതെ, ഒരു നല്ല വാക്കു കേൾക്കുന്നത്, അല്ലെങ്കിൽ മനോഹരമായൊരു സൂര്യാസ്തമയം കാണുന്നത്, അതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും പ്രതീക്ഷയുടെ തിളക്കങ്ങളാകാം. ചെറിയ ദയാപ്രവൃത്തികൾ പോലും. അതെ അതെ. പിന്നെ അജ്മൽ ധൈര്യത്തെ നിർവചിക്കുന്ന ഒരു രീതിയുണ്ട്. അതെനിക്ക് രസകരമായി തോന്നി. എന്താണത്? ഏറ്റവും ധീരരായ നാവികർ എന്ന് പറയുന്നത് കൊടുങ്കാറ്റുകളെ ഒരിക്കലും അഭിമുഖീകരിക്കാത്തവരല്ലാത്രേ. മറിച്ച് ഹൃദയത്തിൽ ആ പ്രതീക്ഷ കെടാതെ സൂക്ഷിച്ച് ആ കൊടുങ്കാറ്റുകളെ അതിജീവിക്കുന്നവരാണ് യഥാർത്ഥ ധീരർ എന്ന്. അത് ശരിയാണ്. പ്രതിസന്ധികൾ നമ്മളെ ഉലയ്ക്കാം, പക്ഷെ തകർക്കാൻ അനുവദിക്കരുത് എന്നൊരു സന്ദേശം അതിലുണ്ട്. അതെ, ഒരുതരം മാനസികമായ കരുത്ത്. അതാണ് പ്രധാനം. ചുരുക്കി പറഞ്ഞാല്, ജീവിതത്തിലെ ഈ കൊടുങ്കാറ്റുകളിലൊക്കെ നമ്മളെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന രണ്ട് നങ്കൂരങ്ങൾ, പ്രതീക്ഷയും വിശ്വാസവും. അതാണ് ഈ എഴുത്തിന്റെ കാതൽ. അതുതന്നെ. ഈ പോസ്റ്റ് മുഴുവനായും വായിക്കാനും അജ്മലിന്റെ മറ്റെഴുത്തുകൾ, അദ്ദേഹത്തിന്റെ കല, ചിന്തകൾ ഇവയെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും ദ ബോർഡർ ഓഫ് എ മൈൻഡ്.com സന്ദർശിക്കാൻ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അവിടെ അനുഭവങ്ങൾ, ചിന്താരീതികൾ, പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ, തത്വചിന്ത, അങ്ങനെ പല വിഷയങ്ങളും കാണാം. പിന്നെ ഈ എഴുത്തുകളിലെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ചില പോഡ്കാസ്റ്റുകളും അവിടെ ലഭ്യമാണ്. തീർച്ചയായും. അപ്പോൾ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള ഈ കമന്ററി സീരീസിലെ അടുത്ത ചർച്ചകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക. അതുവരെ ഈ ചർച്ച കേട്ട് നിങ്ങൾക്ക് നന്ദി. ഒരു കാര്യം കൂടി, ഒരുപക്ഷെ ഈ ചർച്ച കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒന്നാണ്, നിങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ വഴികാട്ടുന്ന ആ അകലെയുള്ള നിങ്ങളുടെ വിളക്കുമാടം എന്താണ് എന്നുള്ളത്. നന്ദി.